നിശബ്ദമാക്കുന്ന യൗവനങ്ങളുടെ കാലഘട്ടം. പാളയം ചന്തയുടെ ആ ഇടവഴി കൂടെ നടന്നു പോകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആനുഷംഗികമായുണ്ടായ ഒരു പരാമർശത്തെ പർവ്വതീകരിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ഞാനൊന്ന് പറയട്ടെ, പറയുന്നതിൽ വ്യക്തത വേണം. സമഭാവനയോട് പെരുമാറാനാണ് ബിന്ദുവിനെ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്റെ കിടന്ന് ഇരിക്കണം എന്റെ അച്ഛന്റെ കുത്തുകൾക്കൂടെ കത്തിച്ച് വെച്ചിരിക്കും. 10 മിനിറ്റ് മിണ്ടാതിരിക്കാൻ ഞങ്ങൾ എന്താ തരണ്ടേ? ഇടതുപക്ഷത്തിന്റെ ഒരു മുഖമായി പലപ്പോഴും തീവ്രമായിട്ട് നല്ല പ്രസംഗം നടത്തുന്ന ഒരാൾ എന്ന നിലയ്ക്ക് തന്നെ വലതുപക്ഷത്താൽ വേട്ടയാടപ്പെടുന്ന ഒരാളാണ് സഖാവ് ചിന്താ ജെറോം. ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമിംഗലവും ഒക്കെ ഉണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളെ പറമ്പിൽ കുറച്ച് വാഴ നടുന്നതിന്റെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. The energy of the youth is being channelized in the right path. എന്താ പറഞ്ഞ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കേറുമ്പോ ടൈറ്റ് ആണ്, ഊരുമ്പോ ലൂസ്. പക്ഷെ അത് ഭയങ്കര ഫിറ്റായി പോട്ടെ. മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. പ്രതികരണങ്ങൾ അനിവാര്യമായി വരുന്ന ഒരു ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. ആരോടും പറയരുത്. ചിന്ത തന്നെ ഇതൊക്കെ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ട്. മുസ്ലിം ഭീകരവാദ സംഘടനയും ഹിന്ദു ഭീകരവാദ സംഘടനയും ഇവിടെ വന്നപ്പോൾ ഒന്നായി. കോണ്ടെക്സ്ച്വൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ടാണ് അതവിടെ സൂചിപ്പിച്ചത്. ഇപ്പൊ മനസ്സിലായാന്ന് എനിക്കറിയാം സത്യം, എനിക്കറിയാം. മലയാള ഭാഷയിൽ കന്യക എന്ന് പറയുന്ന വാക്ക്, ഈ വാക്കിന്റെ പുരുഷലിംഗം എന്താ? എനിക്ക് തോന്നി കന്യകൻ എന്നൊരു വാക്ക് മലയാളത്തിലില്ല. കന്യകൻ എന്നൊരു വാക്ക് മലയാളത്തിലില്ല. മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള ആളുകൾ കേസുകളിൽ പ്രതിയായിട്ടുണ്ട്.